5 നാൾ നീണ്ട മകരവിളക്ക് ഉത്സവത്തിൻ്റെ ഭാഗമായി തീവെട്ടികളുടെ ദീപപ്രഭയിൽ വാദ്യമേളങ്ങളോടെ ഭക്തിനിർഭരമായി മാളികപ്പുറത്ത് നിന്ന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളി അയ്യപ്പൻ. മകരവിളക്ക് മുതൽ 4 ദിവസം മാളികപ്പുറത്ത് നിന്ന് 18ാം പടിയിലേക്കായിരുന്നു എഴുന്നള്ളത്ത്. 5ാം ദിനമാണ് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിയത്. കളമെഴുത്തു കഴിഞ്ഞ് അത്താഴപൂജയ്ക്ക് ശേഷം തിരുവാഭരണപ്പെട്ടിയിലെ കൊമ്പൻ മീശയോട് കൂടിയ തിരുമുഖത്തിടമ്പുമായാണ് മാളികപ്പുറത്തു നിന്ന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത്. ശരംകുത്തിയിൽ നായാട്ടുവിളിയും നടത്തി. നായാട്ടുവിളി നടത്തിയ ശേഷം അയ്യപ്പൻ മണിമണ്ഡപത്തിലേക്ക് മടങ്ങി. വയ്യന്റെ കഥകളിൽ കുറെ ചൊല്ലുവാൻ അമരോട് മുനിമാർ മറ്റും അറുമുഖപ്പെരുമാൾ താനും അരവണ ശയനനാഥൻ ഹരിപേർമണിയാൾ താനും ആദിഗുരുവാവും വേദവ്യാസനും വാൽമീകിയും ആദിവേദജ്ഞന്മാരാം ഭൂസുരാശ്രേഷ്ഠന്മാരും ആശിവൻ അരുതന്നിൽ മൽഗുരുഭൂതന്മാരും ആശയുണ്ടെനിക്കിപ്പോൾ കേശവാസുനു ലീല ആശയായുള്ള ഭാഷം വേറൊരും കഥ ചൊല്ലുവാൻ പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്താവിനെയും പള്ളിവേട്ട കാട്ടിക്കൊണ്ട് അവിടെ ഒന്നും ആയ പോലെ സമ്മാനങ്ങളും വാങ്ങിക്കൊണ്ട് അവിടെ ഒന്നും വിളിച്ചാർത്തെടുത്ത് ഇലക്കൽ തേവരെയും പള്ളിയർക്കാവിൽ ഭഗവതിയെയും പള്ളിവേട്ട കാട്ടിക്കൊണ്ട് പോലെ സമ്മാനങ്ങളും വാങ്ങിക്കൊണ്ട് പശുക്കൊല്ലി പദച്ചാത്തനെ പരിഹാരവും നിലത്തുകൊണ്ട് പരിഹാരവും ചെയ്തു കൊലവിളി നാലും വിളിച്ചു. തീവട്ടികളെല്ലാം അണച്ച് വാദ്യമേളങ്ങളില്ലാതെ നിശബ്ദമായിട്ടായിരുന്നു മടക്കം. ശരംകുത്തിയിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിൽ ഭൂതഗണങ്ങളും മലദൈവങ്ങളും അനുഗമിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് മേളങ്ങളും വിളക്കുകളും ഇല്ലാത്തത്. മകരവിളക്കുത്സവത്തിന് പരിസമാപ്തി കുറിച്ച് രാത്രി 10-ന് നട അടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതി നടക്കും. ശനിയാഴ്ച കൂടി മാത്രമേ ഭക്തർക്ക് ദർശനം ഉള്ളൂ. പന്തളം രാജപ്രതിനിധിയുടെ ദർശനശേഷം 21-ന് പുലർച്ചെ നട അടയ്ക്കും. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.